CPIM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രകാശ് കാരാട്ട്. പാർട്ടിയുടെ കേരള ഘടകം കരുത്തുറ്റതെന്ന് കാരാട്ട്. The Kerala unit of the CPIM is the biggest and strongest unit of the party in our country. And this strong movement of our party in Kerala has a historical record beginning from the anti-imperialist and anti-feudal struggles from the 19th. നവകേരള വികസന രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. പാർട്ടിയിലെ പ്രായപരിധി നേരത്തെ ഉള്ളതെന്ന മുതിർന്ന CPIM നേതാവ് S രാമചന്ദ്രൻ പിള്ള. പുതിയ തലമുറയെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യം. സാങ്കേതികമായി പ്രയാസമുള്ള വിഷയമല്ലെന്നും S രാമചന്ദ്രൻ പിള്ള കേരള വിഷൻ ന്യൂസിനോട്. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആക്രമണം ആസൂത്രണം ചെയ്തവരിലേക്കും അന്വേഷണം. കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തും. കാര്യം പരിശോധിക്കുക. മെറ്റ വിവരം ലഭിച്ച ശേഷം നജക്കിന്റെ പേരിൽ മാത്രം പ്രധാന പ്രതിയുടെ പിതാവിനെ പ്രതി ചേർക്കാനാവില്ലെന്നും പോലീസ്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന് മുൻകൂർ ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ. പിടിയിലായത് തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി ഹരി. റെയിൽവേ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടതെന്ന് മോഷ്ടിക്കാനെന്ന പ്രതി. ചരക്കു ട്രെയിൻ കടന്നു പോകുമ്പോൾ റെയിൽ കഷ്ണം തട്ടിത്തെറിപ്പിച്ച് ഒഴിവായത് വൻ ദുരന്തം. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 25ാം ദിവസത്തിലേക്ക്. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്ന ആശമാർ. മറ്റന്നാൾ വനിതാ ദിനത്തിൽ മഹാസംഗമം. മലപ്പുറത്ത് കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പ്രതി അറസ്റ്റിൽ. കരുവാരക്കുണ്ട് സ്വദേശി ജെറിനെ അറസ്റ്റ് ചെയ്തത് വനംവകുപ്പിന്റെ പരാതിയിൽ. ആർത്തല എസ്റ്റേറ്റിന് സമീപം കടുവയെ കണ്ടെന്ന വീഡിയോ പ്രചരിപ്പിച്ചത് പഴയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം. വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് ഖലിസ്ഥാൻ വിഘടനവാദികൾ. ആക്രമണ ശ്രമം തടഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഹമാസിന് അന്ത്യശാസനവുമായി അമേരിക്ക. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പ്. സഹകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് എല്ലാ സഹായങ്ങളും അമേരിക്ക നൽകും. ഗാസയിൽ നിന്ന് ഹമാസ് പിന്മാറിയില്ലെങ്കിൽ ഒരാളും സുരക്ഷിതരല്ലെന്നും US. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയതിന് പിന്നാലെ.